ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ളത് നല്ല ചിക്കൻ കോക്കനട്ട് കറി കേട്ടോ. മുളകും പൊടിയൊന്നും ചേർക്കാത്ത പൊട്ടോട്ടൊക്കെ ഇട്ടുള്ള അടിപൊളി ടേസ്റ്റ് രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുക. 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. 5-6 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുക. 2.5 വലിയ സവാള, അത് നല്ല ഉള്ളി വേണം, ഉള്ളി ഉണ്ടെങ്കിൽ ഇത് ടേസ്റ്റ് കൂടുള്ളൂ. 2.5 വലിയ സവാള, പിന്നെ 2 തക്കാളി, അല്ല പഴുത്ത വലിയ തക്കാളി ഇട്ടാൽ, പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല, ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായി മസാല പൊടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, കുക്കറിലിട്ട് 1 ഫിസിലടിപ്പിക്കുക. ഒറ്റ ഫിസിലിട്ടാൽ നന്നായി, അപ്പോൾ നന്നായിട്ട് വാടി വരും, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും ഉള്ളി ഇതൊക്കെ. എന്നിട്ട് അതിലേക്ക് പിന്നെ 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി മാത്രം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മസാലകളൊന്നും ആവശ്യമില്ല. എന്നിട്ട് പിന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പൊട്ടോട്ടോ ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒരു ഒറ്റ ഫിസിലടിക്കാൻ വെക്കുക കുക്കർ, പിന്നെ ഒറ്റ ഫിസിൽ മതി ഇട്ടാൽ മതി. ചിക്കനും ഉരുളങ്ങയും ഒക്കെ വേവും. അങ്ങനെ ഈ 4 അണ്ടിപ്പരിപ്പും 2.5 ടേബിൾ സ്പൂണ് തേങ്ങയും കൂടെ നന്നായിട്ട് മഷി പോലെ അരച്ചിട്ടെടുക്കുക. അടിപൊളി ടേസ്റ്റ്. ഇതിങ്ങനെ കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഈ കാര്യങ്ങൾക്ക് വെറുതെ ആവില്ല, അത്രയ്ക്ക് ടേസ്റ്റ്. പൊറാട്ടയ്ക്ക്, ദോശയ്ക്ക്, പൂരിയിലേക്ക് എല്ലാത്തിനും പറ്റുന്നൊരു കറിയാണ്. നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ലാസ്റ്റ് ഇത്തിരി പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കസ്തൂരി മേത്തി ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് കയ്യിനുള്ളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുക. നല്ല രസമുള്ള കറിയാണ് ഇത്, വെറുതെ നല്ല അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്സ്, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനായിട്ട്. പിന്നെ നന്നായിട്ട് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചെറുള്ളിയിലും കരിവേപ്പിലയിലും ഇട്ടിട്ട് നന്നായിട്ടുണ്ട് വറവിടുക. ഇതിൻ്റെ മണം എന്തായിരുന്നു അറിയാം, വീടൊട്ടാകെ നല്ല ഈ ചിക്കൻ്റെ കറീൻ്റെ മണമായിരുന്നു. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തു. അടിപൊളി വെറുതെ ആവില്ലേ.